അതില് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം വിസ്മയം തീർത്ത് പോവുകയാണല്ലോ, അത് ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അദ്ദേഹം അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയാം, അത് തന്നെയാണ് ഒരു പ്രധാന വിസ്മയം. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളോട് പറയും. വലിയ തർക്കവും പ്രശ്നങ്ങളൊന്നുമില്ല. ആരും ഒരാൾ ഞാൻ പറഞ്ഞതിൽ ആ ഉത്തരവുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, അത് ഒന്നായിട്ട് എനിക്ക് വേറെ പ്രത്യേകം അടർത്തി പറയാൻ കഴിയില്ല. കേരളം ഒന്നിച്ചുള്ള കാര്യം ഞങ്ങൾ പറയും നിങ്ങളോട്. അല്പം വെയിറ്റ് ചെയ്താൽ മതി. എപ്പോഴാണ് ഇപ്പൊ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്ന് വിചാരിക്കാം, നാളെ പറയും. അപ്പൊ അതുവരെ അത്രത്തോളം ഞങ്ങൾ റെഡിയാണ്. പക്ഷെ പറച്ചിൽ ഒന്നിച്ച് പറയാന്ന് മാത്രം. അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ ഇത്രയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന എന്തിനാ? ഞങ്ങൾ കഴിയുന്നതും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ട് നമ്മൾ തീരുമാനം പറയാം എന്നാണ്. ആ അർത്ഥത്തിൽ മാത്രം അതിനെടുത്ത്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി നേരത്തെ അങ്ങ് പറഞ്ഞു പോയി, അതൊരു മഹാപാതകമായി പോയി, അങ്ങനെയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്നിച്ചു പറയാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം വിസ്മയം തീർത്ത് പോവുകയാണല്ലോ, അത് ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അദ്ദേഹം അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയാം, അത് തന്നെയാണ് ഒരു പ്രധാന വിസ്മയം. അത് ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ സ്വീകരിക്കാത്ത നിലയിൽ അഭിപ്രായങ്ങൾ മാറി മാറി പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുക. അതാണോ അദ്ദേഹം ഉദ്ദേശിച്ച വിസ്മയം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഒരു വിസ്മയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെല്ലാം, ഈ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അനുഭവപ്പെടുമല്ലോ. അപ്പൊ അതിൽ നിങ്ങളെല്ലാം പരിശോധിക്കുക, എന്താ വിസ്മയം എന്നുള്ളത് നിങ്ങളെല്ലാം പരിശോധിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്കണ്ഠയൊന്നുമില്ല. അല്ല, അത് കേരള കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് കേരള കോൺഗ്രസ് തന്നെയാണ്. വേറെ UDFന്റെ നേതാക്കന്മാരോ LDF നേതാക്കന്മാരോ അല്ല പറയേണ്ടത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവരിത് തുടരുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ എല്ലാ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ നിലപാട് കേരള കോൺഗ്രസ് ചെയർമാൻ, സ്റ്റേറ്റ് ചെയർമാൻ ശ്രീ ജോസ് കെ മാണി തന്നെ ഇവിടെ പത്രക്കാരോടും വിശദീകരിച്ചിട്ടുണ്ട്. ഈ നാടിന്റെ മുമ്പിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് അവർ തുടരുന്നത്. ഇന്നത്തെ മുന്നണി യോഗത്തിൽ അവർ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്.